والصلاة والسلام على سيد الأولين والمرسلين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് മഹനീയമായ അള്ളാഹുവിന്റെ പള്ളിയിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് തആല നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളെല്ലാ പ്രിയപ്പെട്ടവരുടെയും എല്ലാ മുസ്ലിമീങ്ങളുടെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. നമ്മിലും ലോകത്തുള്ള മുഴുവൻ മാനവരിലും അല്ലാഹു സന്തോഷവും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇന്നത്തെ പകലിന്റെ അസ്തമയത്തോടുകൂടി ചരിത്രത്തിൽ ഏറ്റവും അപൂർവമായ ഒരു രാത്രി കടന്നു വരികയാണ്. ലോകത്തൊരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ഒരു രാത്രി. ലോകത്തൊരുപാട് ആകാശ കാഴ്ചകൾ വെളിവാക്കപ്പെട്ട രാത്രി. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമുണ്ടായ ഒരു രാത്രി. നബി തങ്ങൾക്ക് വലിയ മനസ്സിന് സാന്ത്വനം ലഭിച്ച ഒരു രാത്രി. ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് മുത്ത് റസൂൽ ഉയർന്ന ഒരു രാത്രി. അതാണ് മിഅ്റാജിന്റെ രാത്രി. ഇന്നത്തെ അസ്തമയത്തോടുകൂടി ഇന്നത്തെ രാവ് മിഅ്റാജിന്റെ രാവാണ്. നാളെ മിഅ്റാജിന്റെ ദിനമാണ്, റജബ് 27. പണ്ഡിതന്മാർ പഠിപ്പിച്ചതനുസരിച്ച് ആ ദിവസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പെടുക്കൽ സുന്നത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്രാ മിഅ്റാജ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമാണ്. എന്നാൽ അതൊരു ചരിത്രം മാത്രമല്ല, അതൊരു വർത്തമാനവും കൂടിയാണ്. വർത്തമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കേണ്ട ഒരു സംഭവമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്രാ മിഅ്റാജ്. കാരണം പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഏതൊരു സാഹചര്യത്തിലാണോ ഇസ്രാ നടന്നത്, അതേ സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഈ സമുദായം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് നടന്ന കാലവും ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലവും തമ്മിൽ മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ 11ാമത്തെ വർഷം റജബിന്റെ 27 രാവിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നതെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവ വികാസമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത്. ഇസ്രാ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഒരു ഓർമ്മിപ്പിക്കലാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും അങ്ങകലയിലുള്ള ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നടത്തിയ രാപ്രയാണത്തിനാണ്, രാത്രിയിലെ ആ സഞ്ചാരത്തിനാണ് ഇസ്രാ എന്ന് പറയുക. ആ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളും കടന്ന് സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് ഹളറത്തുൽ ഖുദ്സി സർവശക്തനായ റബ്ബിന്റെ അർശിന്റെ ചാരത്ത് എത്തിയ യാത്രയ്ക്കാണ് മിഅ്റാജ് എന്ന് പറയുക. ആകാശ ആരോഹണം എന്ന് മലയാളത്തിൽ പറയും. ഈ ഇസ്രാഉം മിഅ്റാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി തങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സാന്ത്വനത്തിന്റെ ഒരു രാത്രിയായിരുന്നു അതെങ്കിൽ നബി തങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ട്? ഈ ഇസ്രാ മിഅ്റാജ് നടന്നൊരു സാഹചര്യം, അന്നത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങൾ അഭിമുഖീകരിച്ച പ്രതികൂല അവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു. ഒന്നാമതായി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം മക്കയിലാകെ പ്രചരിപ്പിക്കുമ്പോൾ നബി തങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായി. നബി തങ്ങളെ പല നിലയിൽ അക്രമങ്ങൾ ഉണ്ടായി. നബി തങ്ങളെ പ്രലോഭിപ്പിച്ചു. നബി തങ്ങൾക്കെതിരെ പ്രകോപനങ്ങൾ ഉണ്ടായി. അപ്പോൾ മക്കയിലെ എല്ലാ ശത്രുക്കളെയും പ്രതിരോധിച്ചു നിന്ന ഒരാളുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബ്. ആള് മുസ്ലിം ആയിട്ടില്ലായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 8 വയസ്സ് മുതൽ വളർത്തിയ, നബി തങ്ങൾക്ക് തേനും പാലും കൊടുത്ത് വളർത്തിയ, നബി തങ്ങളെ ചേർത്ത് പിടിച്ച് അണച്ചു വെച്ചിരുന്ന അബൂ ത്വാലിബ് എന്ന പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് പകരം വന്ന ഉപ്പ, പിതൃവ്യനാണെങ്കിലും ഒരു പിതാവിന് പകരമുള്ള പിതാവായി ജീവിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബൂവത്തുമായി കടന്നു വരുമ്പോഴും അബൂ ത്വാലിബിന് തന്റെ പൂർവകാല ദൈവങ്ങളെ, തന്റെ പൂർവ്വ പിതാക്കന്മാർ കാണിച്ചു തന്ന ദൈവങ്ങളെ തള്ളിപ്പറയാൻ പറ്റാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന തൗഹീദിൽ വിശ്വസിച്ചില്ലെങ്കിൽ പോലും നബി തങ്ങൾക്ക് വേദന ഉണ്ടാകുന്നതൊന്നും അബൂ ത്വാലിബ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും, ഏകനായ അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും, നബി തങ്ങൾക്ക് എതിരെ വന്നിരുന്ന എല്ലാ പ്രതിയോഗികളുടെ ശത്രുക്കളെയും അബൂ ത്വാലിബ് പ്രതിരോധിച്ചിരുന്നു. അബൂ ത്വാലിബ് മക്കയിൽ വലിയൊരു പ്രമുഖനായതുകൊണ്ട് തന്നെ അബൂ ത്വാലിബിനെ വകവയ്ക്കാതെ നബി തങ്ങളെ ആക്രമിക്കാൻ ഖുറൈശികൾക്ക് ധൈര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും പിന്തുണച്ചിരുന്ന, നബി തങ്ങളുടെ ബാഹ്യമായ എല്ലാ ശത്രുക്കളിൽ നിന്നും മറച്ചു പിടിച്ച ഒരു താങ്ങും തണലുമായ അബൂ ത്വാലിബ്, അദ്ദേഹം നഷ്ടപ്പെട്ട, അദ്ദേഹത്തിന്റെ വിയോഗം നടന്നൊരു സന്ദർഭമാണ് നുബുവത്തിന്റെ 10ാമത്തെ വർഷം. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആന്തരികമായി നബി തങ്ങളെ പിന്തുണച്ച, നബി തങ്ങൾക്ക് തണലേകിയ, നബി തങ്ങൾക്ക് താങ്ങായ പ്രിയപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, മക്കയിലെ അറിയപ്പെട്ട കോടീശ്വരിയായിരുന്നു, അറിയപ്പെട്ട ബിസിനസ്സുകാരിയായിരുന്നു, വലിയ പ്രമാണി കുടുംബത്തിൽപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ സമ്പത്തും അവരുടെ ആരോഗ്യവും അവരുടെ എല്ലാ യശസ്സുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു. ഏറ്റവും മാതൃകയായ ഒരു ജീവിത പങ്കാളിയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അവരും നഷ്ടപ്പെട്ട വർഷമാണ് ഈ നുബുവത്തിന്റെ 10ാം വർഷം. തന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഇടതും വലതും നിന്നിരുന്ന 2 തണലുകളും നഷ്ടപ്പെട്ടു പോയൊരു സന്ദർഭം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള വേദനയിലേക്ക് മക്കക്കാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിർവരമ്പുകളില്ലാത്ത അക്രമങ്ങൾ നേരിടുന്ന സാഹചര്യം. ഒന്ന് തോയിഫിലേക്ക് പോയാൽ, തോയിഫിൽ നബി തങ്ങളുടെ ബന്ധുക്കൾ ഇവിടെയുണ്ട്, നബി തങ്ങളുടെ കുടുംബക്കാരെവിടെയുണ്ട്. അവരോട് ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ പ്രകാശം പരത്തുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ മന്ത്രം അവരുമായി പങ്കുവെച്ചാൽ ഒരുപക്ഷെ തോയിഫുകാരെന്നെ അംഗീകരിച്ചേക്കാം, അവരെന്നെ ചേർത്ത് പിടിച്ചേക്കാം എന്ന പ്രതീക്ഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് തോയിഫിലേക്ക് പോകുന്നു. പക്ഷേ തോയിഫുകാരി നബി തങ്ങളെ തള്ളിക്കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചില്ല. ആ വേദന വലിയ കഠിനമായ വേദന. ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. തോയിഫിന്റെ മണ്ണിൽ നിന്ന് നബി തങ്ങൾ തിരിഞ്ഞു വരുമ്പോൾ അവർ അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, നബി തങ്ങളെ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കല്ലെറിഞ്ഞോട്ടിച്ചു ഭ്രാന്തൻ പിള്ളേരൊക്കെ ഉണ്ട്. ആ വേദനയും കടിച്ചിറക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ഘട്ടം ഒന്ന് ആലോചിച്ചു നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലും ഒക്കെ നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന പ്രതീക്ഷയോടെ ചെന്നവർ നബി തങ്ങളെ തള്ളിക്കളഞ്ഞു. വേദനയുടെ മേൽ വേദനയായിരിക്കുന്ന ഒരു ഘട്ടം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ അന്നത്തെ സാഹചര്യവും ഇന്ന് ഈ ഉമ്മത്താകുന്ന നാം നേരിടുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കി. നമുക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവർ, നമ്മൾ ആരെയാണോ അവലംബിക്കേണ്ടവർ, അവരാരും നമ്മളോടൊപ്പം ഇല്ല. നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളെ തള്ളിക്കളയുകയാണ്. നമുക്ക് എവിടെയൊക്കെയാണോ വിശ്വാസങ്ങൾ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ആരെയൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആ പ്രതീക്ഷയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. വിശിഷ്യ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും, ആഗോളതലത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും, അവരുടെ ചുറ്റും എല്ലാം ഫാസിസ്റ്റുകളും സയോണിസ്റ്റുകളും സാമ്രാജ്യത്വ ശക്തികളും എല്ലാം നമ്മളെ വളഞ്ഞിരിക്കുകയാണ് ശത്രുത കൊണ്ട്. നമ്മളെ രക്ഷപ്പെടുത്തുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ അഭയമായിരുന്ന ഇന്ത്യയുടെ ജുഡീഷ്യറി അതൊക്കെ വിലക്ക് വാങ്ങപ്പെട്ടു കഴിഞ്ഞു. ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ നമ്മളുടെ അവകാശമാണ് പാർലമെന്റ് അവകാശമാണ് വോട്ടവകാശമെങ്കിൽ വോട്ട് ചോരിയിലൂടെ അതും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ പുതിയ SIR വോട്ടർ പട്ടികയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്.
ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞ വിവരം, നമ്മളുടെ പഞ്ചായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ 299 പേരുടെ പേര് പുതിയ വോട്ടർ പട്ടികയിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവമായി നമ്മളെ വീടുകളിൽ വന്ന BLOയുമായി സമീപിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ വോട്ടർ പട്ടികയ്ക്ക് കാണാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന ലിങ്കുകളിൽ നമ്മൾ സെർച്ച് ചെയ്ത് തീർച്ചയായിട്ടും നമ്മളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ട്, പുതുക്കിയ SIR പുതുക്കിയ വോട്ടർ പട്ടികയിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികൾ എന്താണോ അതുമായി നമ്മൾ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. 299 പേര് നമ്മളുടെ പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഇത് കുറവാ. കേരളത്തിലെ ജനങ്ങൾ പ്രതിബദ്ധരുള്ളതായതുകൊണ്ട്, കേരളത്തിലെ ഗവൺമെന്റ് ആകട്ടെ, കേരളത്തിലെ പാർട്ടികളാകട്ടെ ഈ വിഷയത്തിലൊക്കെ ഗൗരവപരമായി ഇടപെടുന്നത് കൊണ്ട് നമുക്കത് വലിയ നഷ്ടങ്ങൾ വരൂല. പക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ, പാവപ്പെട്ടവർ, ഭൂരിഭാഗവും മുസ്ലിമീങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതിന്റെ തിക്തഫലം എന്താണ്? പിന്നെ അടുത്ത് NRC വരും. അതിലൂടെ ആരാണ് വോട്ടർ പട്ടികയിലുള്ളത് അവർക്ക് മാത്രമേ പൗരത്വമുള്ളൂ എന്നിവിടെ പ്രഖ്യാപിക്കപ്പെടും. വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരൊക്കെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. അങ്ങനെ അടുത്ത രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യകളിൽ. നമ്മൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് വരാം, പക്ഷെ സാഹചര്യം അതാണ്. പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും ആ സമയത്ത് സാഹചര്യത്തിൽ നേരിട്ട അതേ അവസ്ഥ ഈ ഉമ്മത്ത് നേരിടുകയാണ്. നമ്മളെ രക്ഷിക്കേണ്ടവരൊന്നും നമുക്ക് രക്ഷിക്കാനില്ല. ഇടതുമില്ല, വലതുമില്ല, മുൻപിലുമില്ല, പിറകിലുമില്ല. നമുക്കുള്ളത് ഏകനായ അല്ലാഹു മാത്രമാണ്. ഇവിടെയാണ് ഇസ്രാഇന്റെ മിഅ്റാജിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിൽ മുസ്ലിമീങ്ങളുടെ നിന്നല്ല, എല്ലാ അധസ്ഥിത വിഭാഗത്തിന്റെയും യാഥാർത്ഥ്യ സംഭവങ്ങൾ പുറത്തു കൊണ്ടുവന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വലിയ ബാധ്യസ്ഥരുള്ളവരാണ് ഇവിടുത്തെ മീഡിയകൾ, പത്രമാധ്യമങ്ങൾ. അതും പർച്ചേസ് ചെയ്യപ്പെട്ടു. ഇന്ന് ഇവിടുത്തെ സവർണ വിഭാഗത്തിന് വേണ്ടി, ഭരണകൂടത്തിന് വേണ്ടി കച്ചവടം നടത്തപ്പെട്ട ഒരു സംഭവമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കേണ്ടവർ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ, നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം ഇവിടെയാണ്. എല്ലാ സഹായങ്ങളും അടയ്ക്കുമ്പോൾ, എല്ലാ സഹായങ്ങളുടെ വാതിലുകളും അടയ്ക്കപ്പെടുമ്പോൾ അവിടെയാണ് ഏകനായ റബ്ബിന്റെ സഹായമെത്തുക. അതുകൊണ്ടാണ് തന്റെ മക്കയിലുള്ളവർക്ക് ശത്രുക്കളായപ്പോൾ, താങ്ങും തണലുമായ അബൂ ത്വാലിബും ഖദീജയും നഷ്ടപ്പെട്ടപ്പോൾ, പ്രതീക്ഷയോടെ ചെന്ന തോയിഫുകാരെ തള്ളിക്കളഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സഹായമാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. അല്ലാഹു തആല അവന്റെ സന്നിധിയിലേക്ക് അവന്റെ ഹബീബിനെ വിളിക്കുകയാണ്. അല്ലാഹുവിനെ നേരിട്ട് കാണാൻ, അല്ലാഹു ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുവാൻ അവന്റെ പ്രിയപ്പെട്ട ഹബീബിനെ അല്ലാഹു വിളിക്കുകയാണ്. നേരെ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും നബി തങ്ങൾക്ക് ജിബ്രീൽ കാണിച്ചു കൊടുക്കുകയാണ്. വിശദീകരിക്കാൻ ഈ അല്പസമയത്തിൽ പ്രിയപ്പെട്ടവരെ സമയമില്ല, പല കാര്യങ്ങളും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കട്ടെ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മക്കയിലെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ മുൻ കടന്നുപോയ പ്രവാചകന്മാർ ജനിച്ച സ്ഥലം ബത്ലഹേം പോലെയുള്ള, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലം, മൂസാ നബി അല്ലാഹുമായി സംസാരിച്ച തൂരി സീനാ മല, അതുപോലെ തന്നെ ഫലസ്തീൻ, ഇങ്ങനെ പല ഇടങ്ങളും കാണിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോകുന്നത്. ആ ബൈത്തുൽ മുഖദ്ദസിലെത്തുമ്പോൾ കടന്നുപോയ പ്രവാചകന്മാരെല്ലാം ബൈത്തുൽ മുഖദ്ദസിൽ ഹബീബിനെ സ്വാഗതം ചെയ്യാൻ, അവിടെ നിന്ന് സ്വീകരിച്ചാൻ കാത്തു നിൽക്കുകയാണ്. അവിടെ നിന്ന് നേരെ ആകാശലോകത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കടന്നു പോകാൻ കഴിയാത്ത, ജിബ്രീൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആ സിദ്റത്തുൽ മുൻതഹയും കഴിഞ്ഞ് അല്ലാഹുവിന്റെ സന്നിധാനത്തിലേക്ക് പോകുന്ന സന്ദർഭം, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖബ് ബശ്റു തുനാദി റബ്ബകൽ ഖയ്യൂമാ. സിദ്റത്തുൽ മുൻതഹയുടെ അരികിൽ നിന്നുകൊണ്ട് ജിബ്രീൽ പറഞ്ഞ വാക്കാണ്, നബിയെ ഇനി എനിക്ക് അങ്ങോട്ട് കടന്നു വരാൻ പെർമിഷൻ ഇല്ല, അങ്ങ് മാത്രമാണ് പോകേണ്ടത് അല്ലാഹുവിന്റെ അടുക്കലേക്ക്. അങ്ങനെ റബ്ബിനെ ചെന്ന് കണ്ടുമുട്ടുന്ന സന്ദർഭം, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അല്ലാഹുവിനെ കണ്ടുകൊണ്ട് മുത്തുനബി ആദ്യം പറഞ്ഞ
പറഞ്ഞ അള്ളാഹുവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ്. തിരിച്ച് അള്ളാഹു തിരിച്ചു പറഞ്ഞ അഭിവാദ്യം എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരിച്ച് അല്ലാഹു തആല രക്ഷയുടെ വചനം മുത്തുനബിയുടെ മേൽ പറഞ്ഞപ്പോൾ, അവിടെ ഹബീബ് തന്നെ മാത്രം പറഞ്ഞപ്പോൾ ഉടനെ ഓർത്ത്, ഈ ഭൂമി ലോകത്ത് തന്നെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ സമുദായമുണ്ടല്ലോ, അവിടുത്തെ ഉമ്മത്തുണ്ടല്ലോ, ആ ഉമ്മത്തിനും റബ്ബേ രക്ഷ വേണം. അതുകൊണ്ട് ഉടനെ മുത്തുനബി പറഞ്ഞു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ഇതാണല്ലോ നമ്മൾ അത്തഹിയാത്തിൽ ചൊല്ലുന്നത്. അല്ലാഹുവേ, എനിക്ക് മാത്രം പോരാ നിന്റെ രക്ഷ, എനിക്ക് മാത്രം നിന്റെ സമാധാനം, എന്റെ ഉമ്മത്തിനും നീ സമാധാനം കൊടുക്കണേ, എന്റെ ഉമ്മത്തിനും നീ രക്ഷ കൊടുക്കണേ. അതും കഴിഞ്ഞിട്ട് ഈ ഉമ്മത്തിന് എക്കാലത്തുമുള്ള ഏറ്റവും വലിയ സമ്മാനവും വാങ്ങിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് ഭൂമി ലോകത്തേക്ക് വരികയാണ്. സുബഹിയുടെ സമയത്ത് മുത്തുനബി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം 5 വഖ്ത് നിസ്കാരവുമായി കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. ആ സമ്മാനമാണ് നമ്മൾ ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന 5 വഖ്ത് നിസ്കാരം. അതിനൊരു ശുക്ർ വേണം, അതിനൊരു നന്ദി രേഖപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് ഒരു നോമ്പ്. അല്ലാഹു തആല നാം നാളെ നിർവഹിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പുള്ളത്തെ ആഴ്ചയും നമ്മൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നതിന്റെ തുടർ വിഷയങ്ങളാണ്. ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് നിഷേധിക്കപ്പെടുന്ന ഒരുപാട് അവകാശങ്ങൾ, 1 2 അല്ല, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് മാറ്റുന്നതുൾപ്പെടെ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്നതുൾപ്പെടെ, നമ്മളെ ഈ രാജ്യത്തുനിന്ന് അന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ, അതിലൂടെ രാജ്യത്തുനിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ, കണ്ടില്ലെന്ന് വിചാരിച്ച് കണ്ണടച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മളുടെ തലമുറയും നമ്മളുടെ അടുത്ത് വരുന്ന തലമുറയും ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യക്ക് ജീവൻ കൊടുത്ത, ഇന്ത്യക്ക് രൂപം കൊടുത്ത മുസ്ലിമീങ്ങളുടെ പിൻഗാമികൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമല്ല, നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് കഴിക്കണമെന്ന്, എന്ത് ധരിക്കണമെന്ന്, എന്ത് പ്രവർത്തിക്കണമെന്ന്, ഏത് ആരാധന നടത്തണമെന്ന് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് പ്രഖ്യാപിക്കും, അത് മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ, നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ ശബ്ദമുയർത്തേണ്ടത് നമ്മളുടെ മുൻഗാമികൾ കാണിച്ചു തന്നതാ. നമ്മൾ പോലെ, അല്ലെങ്കിൽ നമ്മളെ പോലെ കണ്ണടച്ചിരുന്നിരുന്നെങ്കിൽ, അനീതിക്കെതിരെ മിണ്ടാതെ, അസമത്വത്തിനെതിരെ മിണ്ടാതെ ജീവിച്ചിരുന്നെങ്കിൽ, ഇന്ന് ഈ സ്വാതന്ത്ര്യത്തിന്റെ തെളിനീർ കുടിച്ചുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. നമ്മളുടെ മുൻഗാമികൾ കൊടുത്ത ജീവന്റെ വിലയാണ്, നമ്മളുടെ മുൻഗാമികൾ ചെലവഴിച്ച സമ്പത്തിന്റെ, ആരോഗ്യത്തിന്റെ വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെങ്കിൽ, അതിവിടെ നിലനിൽക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മളും ചെയ്യണം. അതുകൊണ്ടാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം 7 പതിറ്റാണ്ട് പൂർത്തിയാക്കി 70ാം വാർഷികം ആഘോഷിക്കുമ്പോൾ, സപ്തതി ആഘോഷിക്കുമ്പോൾ, അതിന്റെ ഭാഗമായി വരുന്ന 19ാം തീയതി കൊല്ലത്തിന്റെ മണ്ണിൽ ലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന വലിയ അവകാശ സംരക്ഷണ റാലി. ഈ ഉമ്മത്തിന്റെ വിഷയം ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത പ്രസ്ഥാനമാണ്, ആലിമീങ്ങളുടെ പ്രസ്ഥാനമാണ്. പക്ഷേ ആ പണ്ഡിത പ്രസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് ആലിമീങ്ങളുടെ വിഷയം മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ വിഷയം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷങ്ങളെയും, എല്ലാ മതന്യൂനപക്ഷങ്ങളെയും, അല്ലെങ്കിൽ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന മഹത്തായൊരു റാലിയാണ്. നമ്മളൊക്കെയും അതിൽ പങ്കെടുക്കേണ്ടത് വർത്തമാന കാലത്ത് നമുക്ക് ബാധ്യതയാണ്, നമ്മളുടെ അനിവാര്യതയാണ്. നാളെ നമുക്കും നമ്മളുടെ പിൻഗാമികളും സ്വാതന്ത്ര്യത്തോടെ അവകാശങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന വകവെച്ചു തരുന്ന അവകാശങ്ങളോടെ ജീവിക്കാനുള്ള അനിവാര്യമായ ഒരു ജാഥയാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ അതിലെല്ലാവരും കഴിയുന്നവരൊക്കെയും പങ്കെടുക്കണം. അതിനുവേണ്ടി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് നമ്മളുടെ പള്ളിയുടെ മുമ്പിൽ തന്നെ ഇൻഷാ അല്ലാഹ് ബസ് ഉണ്ടാകും. ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെയും ഉച്ചയാകുമ്പോഴേക്ക് നമ്മുടെ കടപ്പുറത്ത് ജോലിയൊക്കെ കഴിയും മിക്കവാറും. എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് 50 പേര് പോകണം ഇൻഷാ അല്ലാഹ്. അതിലേക്ക് വാഹനത്തിന്റെ ഒരു ചെലവുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്കത് കളക്ട് ചെയ്യണം. ഇന്നത്തെ നമ്മളെ ബക്കറ്റ് കളക്ഷൻ അതിനു വേണ്ടിയാണ്. 7500 ഒരു വാഹനത്തിന്റെ ചാർജ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് സദസ്സിൽ നിന്നൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കളക്ട് ചെയ്യണം. അത് ഇൻഷാ അല്ലാഹ് അതിലൂടെ നേടുമെന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആരെയും കണ്ടൊക്കെ നമുക്ക് ചെയ്യാം. വാഹനത്തിൽ വരുന്നവർ പൈസ ഒന്നും കൊടുക്കണ്ട, വാഹനത്തിൽ കയറിയതിനു ശേഷം കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. അല്ലാഹു തആല ഖൈർ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിവസം, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ, ഇതിന്റെ പ്രചരണാർത്ഥം നമ്മുടെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് മൗലവി, അതുപോലെ തന്നെ കടയ്ക്കൽ അബ്ദുൽ അസീസ് ഉസ്താദ്, അവരൊക്കെ 80 വയസ്സൊക്കെ പിന്നിട്ടവരാണ്.
കടയ്ക്കൽ ഉസ്താൻ 85 വയസ്സൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറിയ പ്രായത്തിൽ നമ്മൾ നാട്ടിലേക്ക് വന്ന് പ്രസംഗിച്ചാരാ. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വാഹനങ്ങളിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, സ്റ്റേജുകളിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ അനാരോഗ്യമൊന്നും വകവെക്കാതെ 10 ദിവസത്തോളം എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഓരോ ദിവസവും 5ഉം 6ഉം സ്റ്റേജുകളിൽ കയറി ഇതിന്റെ പ്രചരണം നടത്തി. കഴിഞ്ഞ 2 ദിവസം ഈ വിനീതന് നമ്മൾ ഇവിടെ ലീവ് ആയതുകൊണ്ട് 2 ദിവസം രാവിലെ 7 മണി മുതൽ രാത്രി ഏകദേശം 12 മണി വരെ ആ ഒരു യാത്രയിലായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടെ വർക്കല മുതൽ അങ്ങ് അമരവിള വരെ ഉള്ള 8-9 സ്ഥലങ്ങളിൽ ഇതുപോലെ പ്രചരണവും പ്രസംഗങ്ങളും ഒക്കെ ആയിരുന്നു. അതൊക്കെയും ഈ വരുന്ന 19-ാം തീയതിക്കുള്ള സമ്മേളനത്തേക്ക് ആളെ കൂട്ടുവാൻ വേണ്ടിയുള്ളതായിരുന്നു. അല്ലാഹു തആല പരിശ്രമങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ.